ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് അബുദാബിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഓട്ടോ മ്യൂസിയം കാണാനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തകത്ത് കയറിയിട്ടുണ്ട്. എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 55 ദിറംസാണ്. അത് എത്ര മണിക്കൂർ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. വൈകിട്ട് 5 മണി വരെ എവിടെയും ഇതിൽ സ്റ്റേ ചെയ്യാവുന്നതാണ്. UAE അബുദാബി നഗരത്തിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ തെക്കായി അൽ ദഫ്രയിലാണ് എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പിരമിഡ് ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കാർ മ്യൂസിയത്തിൽ ഹിസൈനസ് ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ്റെ ഉടമസ്ഥതയിലുള്ള 200-ലധികം കാറുകളാണ് ഇവിടെയുള്ളത്. എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയത്തിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റുകൾ 55 ദിറമാണ് ഈടാക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ പ്രവേശനമാണ്. 3 ഇരട്ടി വലിപ്പമാണ്. വീഡിയോയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വലിപ്പം ഫീൽ ചെയ്യും. ഈ ഗ്ലോബ് കാരാവൻ്റെ ലെഫ്റ്റിലായി ഒറിജിനലിനെ 4 ഇരട്ടിയിലേറെ വലുപ്പമുള്ള വില്ലീസ് ജീപ്പ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. പ്രത്യേക മോട്ടോർ ഘടിപ്പിച്ച് ഓടിക്കാവുന്ന ഈ ജീപ്പ് ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തി ടിക്കറ്റ് കരസ്ഥമാക്കി അകത്തേക്ക് എത്തിയാൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഇത് ഒരു പിരമിഡാണെന്നേ തോന്നൂ. ഇത് ഇവിടോട്ടുള്ള എൻട്രൻസ് ആണ്. ടിക്കറ്റൊക്കെ ഇവിടെ കാണിക്കണം. അതിന് ശേഷമാണ് ഇതിന് ഉള്ളിലേക്ക് പോവുക. ഇത് 1925 USA അമേരിക്ക ലാ ഫ്രാൻസ് വെഹിക്കിളാണ് ഈ കാണുന്നത്. 1925 മെയ്ഡ് ഇൻ USA ഒരു വെഹിക്കിളാണിത്. ഇത് നിസ്സാൻ്റെ 9080 മോഡലായിട്ടുള്ളതാണ് ഈ വെഹിക്കിൾ. അതേപോലെ തന്നെ മറ്റൊരു വാഹനമാണിത്. ഏതാണ്ട് 200-ൽ പരം വാഹനങ്ങളാണ് വിവിധ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള 200-ൽ പരം വെഹിക്കിളാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 1963 ജപ്പാൻ മെയ്ഡായിട്ടുള്ള മീ ബെയ്ലി മോഡൽ. ഇതിപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിളാണ്.
ഇതെൻ്റെ പ്രായത്തെ സൂചിപ്പിക്കുന്ന ഒരു വെഹിക്കിളാണ്. ഞാനും ഈ വണ്ടിയും തമ്മിലുള്ള വയസ്സ് ഇതിനുണ്ട്. ഇത് മെഴ്സിഡീസിൻ്റെ 1885 ജർമ്മനി മോഡലിലുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ യന്ത്രമൊക്കെ കാണാവുന്നതാണ്. വളരെ രസകരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഷെവർലെറ്റ് ഇംപാല 1964. പലവിധമായ വർണ്ണത്തിലും അതേപോലെ നിരവധി മോഡലുകളിലും ഉള്ള വാഹനങ്ങളാണ് ഈ കാണുന്ന കാറുകളുടെ വലിയ ഒരു മ്യൂസിയം. അതേപോലെ തന്നെ ജീപ്പ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കെൻവർത്തിൻ്റെ തന്നെ മോഡലിലുള്ളതാണ്. ഇത് 1990, അതേപോലെ തന്നെ ഇത് 1977 USA വെഹിക്കിളാണിത് രണ്ടും. 1948 മെർക്കുറി USA നിർമ്മിതമായിട്ടുള്ള വെഹിക്കിളാണിത്. അതേപോലെ തന്നെ നമ്മുടെ അംബാസഡറിൻ്റെയൊക്കെ മോഡൽ ടൈപ്പാണ് ഈ കാണുന്നതൊക്കെ. ഇത് കാഡിലാക്കിൻ്റെ വെഹിക്കിളാണ്. മോഡൽ നമ്പർ 1964 USA-യുടെ. ഇതൊക്കെ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള വാഹനങ്ങളാണ്. SUV വാനും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ചെറിയ മിനി പോർഷനിലേക്ക് പോവുകയാണ്. മിനി വെഹിക്കിൾ കാണാനുള്ള സെക്കൻഡ് ഫ്ലോറിലാണത്. നല്ല ലൈറ്റിങ്ങോടുകൂടി വീഡിയോയ്ക്ക് ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു ആംബിയൻസ് ഇവർ ഒരുക്കിയിട്ടുണ്ട്. നയൻറ്റി മോഡലിലുള്ള ഫ്രാൻസിൻ്റെ വെഹിക്കിളാണിത്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഒരു കളിപ്പാട്ടം മോഡൽ പോലുണ്ട് ഇതൊക്കെ കണ്ടിട്ട്.
മിനി കൂപ്പറിൻ്റെ തന്നെ 2002 മോഡലാണ്. ഞാൻ ഈ കണ്ടതിലേക്കും ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടി, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ കളർഫുൾ വണ്ടി. ഇത് ഫിയറ്റ് 500 മറിയ മോഡല് 1973 ഇറ്റലിയുടെയാണ്. ഈ മോഡൽ വളരെ ഇഷ്ടപ്പെടും എല്ലാ കുട്ടികൾക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സായതുകൊണ്ടാകാം എനിക്കും ഈ കളറും ഈ വണ്ടിയും ഇഷ്ടപ്പെട്ടത്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പ്രീമിയർ പത്മിനി 1997 ഇന്ത്യയുടെ മോഡലാണ്. നമ്മുടെ ദേശത്തിൻ്റെ ഒരു വാഹനവും ഇവിടെ ഇടം പിടിച്ചു എന്നത് തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ വാഹനത്തെ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ചെവർലെറ്റിൻ്റെ തന്നെ പിക്കപ്പാണ് 9050 USA. ഇത് പല കളറിൽ ഉണ്ട്, അതുപോലെ തന്നെ പല മോഡലുകളിൽ പല ഇയറിലായിട്ടൊക്കെ ഇറക്കിയിട്ടുള്ളതാണിത്. ഇതൊക്കെ 9050 മോഡലാണ്. The Diamond T pickup 1947 USA. ഇറ്റലിയുടെ മറ്റൊരു കാറാണിത്. ജപ്പാൻ്റെ മോഡൽ 2000 ഫൺടെക് എന്ന് പറയുന്ന ഒരു മോഡൽ ആണിത്. ഫൺടെക് മോഡൽ. ഈ കാർ മ്യൂസിയത്തിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.